ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. പീഡിയാട്രിക് ഐസിയുവിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേഴ്സാണ് ആമി. കുട്ടികളെ ജീവനുതുല്യം സ്നേഹിക്കുന്ന ആമിക്ക് ആ ലോകം വലുതായിരുന്നു. അങ്ങനെ ഒരിക്കൽ അമ്മു എന്ന 7 വയസ്സുകാരി അവിടെയെത്തി. അവൾക്ക് ഗുരുതരമായ ഹൃദയസംബന്ധമായ അസുഖമാണ്. അങ്ങനെ അമ്മുവിന്റെ ലോകം ആമി ചേച്ചിയായി മാറി. ഒരു വൈകുന്നേരം ആമി അവളുടെ അരികിലെത്തി. അമ്മുക്കുട്ടി, ഇന്ന് നമുക്ക് എന്ത് കളിക്കണം? ആമി ചോദിച്ചു. അമ്മു പതുക്കെ കണ്ണു തുറന്നു. അവളുടെ മുഖം വിളറിയിരുന്നു. ചേച്ചി, എനിക്ക് പുറത്തൊന്ന് പോകണം. ആ വലിയ ജനാലയിലൂടെ കാണുന്ന പൂന്തോട്ടത്തിൽ ഒന്ന് ഇരിക്കണം. എനിക്ക് ഈ മരുന്നിന്റെ മണം മടുത്തു. ഐസിയുവിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അസാധ്യമാണെന്ന് ആമിക്ക് അറിയാമായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു, അമ്മുകുട്ടിയുടെ അസുഖം മാറുമ്പോൾ ഞാൻ മോളെ ആ പൂന്തോട്ടത്തിൽ കൊണ്ടുപോകും. അവിടെ നിറയെ ചുവന്ന റോസാപ്പൂക്കളുണ്ട്. അന്ന് രാത്രി അമ്മുവിന്റെ നില വല്ലാതെ വഷളായി. ഡോക്ടർമാർ ഓടിയെത്തി. അഞ്ജലിക്ക് ആ നിമിഷം വല്ലാതെ പേടി തോന്നി. അവൾ അമ്മുവിന്റെ കൈകൾ മുറുകെ പിടിച്ചു. പ്രാർത്ഥനകൾക്കൊടുവിൽ പിറ്റേന്ന് രാവിലെ അമ്മു പതുക്കെ കണ്ണു തുറന്നു. അവൾ ഐസിയുവിന്റെ വെളുത്ത സീലിംഗിലേക്ക് നോക്കി. പക്ഷേ അവൾ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. അവളുടെ ബെഡിന് ചുറ്റും നിറയെ ചുവന്ന റോസാപ്പൂക്കൾ. ആമി തന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും വീട്ടിൽ പോകാതെ നഗരത്തിലെ പൂക്കടകളിൽ നിന്നെല്ലാം റോസാപ്പൂക്കൾ വാങ്ങി വന്ന് അമ്മുവിന്റെ ബെഡിന് ചുറ്റും ഒരു ചെറിയ പൂന്തോട്ടം തന്നെ ഒരുക്കിയിരുന്നു. അമ്മുവിന്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ഒരു പൂന്തോട്ടത്തിൽ അമ്മു ഓടി നടന്നു. അവൾ ഒരു ചുവന്ന റോസാപ്പൂവ് പറിച്ച് ദൂരെ നിന്ന് വരുന്ന അഞ്ജലിക്ക് നേരെ നീട്ടി. അഞ്ജലി അവളെ വാരിപ്പുണർന്നു. അപ്പുറത്ത് നിൽക്കുന്ന അമ്മുവിന്റെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നന്ദിയുണ്ടായിരുന്നു. മരുന്നിനേക്കാൾ വലിയ രോഗശാന്തി സ്നേഹമാണെന്ന് ആ പ്രകൃതി ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചു. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.